നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. PF പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ധർണാ സമരവും നടന്നു. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ചടങ്ങിന് നേതൃത്വമേകി. SSF സ്ഥാപക ദിനാചരണം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് ഓർഫനേജ് ITI ഫെസ്റ്റിന് സമാപനം. വിവിധ കലാപരിപാടികൾ നടന്നു. കൊടവലം മഹാവിഷ്ണു ക്ഷേത്രം ലക്ഷദ്വീപ സമർപ്പണത്തിന് ഒരുങ്ങി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് PF പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ധർണാ സമരവും നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് PF പെൻഷനേഴ്സ് അസോസിയേഷൻ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ധർണാ സമരം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. അപ്പുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. അത് രാജ്യത്തിന് നഷ്ടമാണ്. രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് വെറുതെ ചെലവഴിക്കുന്നതാണ്. അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. പെൻഷൻ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിലെ തൊഴിലാളികളും ജീവനക്കാരും ഒക്കെ വെച്ചു പുലർത്തുന്ന ഒരു സങ്കല്പമുണ്ട്. അവർ ജോലി ചെയ്യുന്ന കാലത്ത്, അവരുടെ നല്ല കാലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ ജോലിയിൽ നിന്ന് മാറ്റിവെക്കുന്ന, അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന ഒരു സംഖ്യയാണ് പ്രൊവിഡന്റ് ഫണ്ട്. അവരുടെ വേതനത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന ഒരു സംഖ്യയായിട്ടാണ് പെൻഷനെ കാണുന്നത്. അവർക്ക് റിട്ടയർമെന്റിന് ശേഷം ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അവർക്കൊരു സഹായമാവണമെന്നുള്ള നിലയിൽ അതിന് നിയമാനുസൃതമായിട്ട് രൂപം നൽകുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് പെൻഷൻ. P. നാരായണൻ അധ്യക്ഷനായി. P. കുഞ്ഞിരാമൻ, PK കണ്ണൻ, C. രാമകൃഷ്ണൻ, N. രാമൻ എന്നിവർ സംസാരിച്ചു. മുനിസിപ്പൽ ഓട്ടോറിക്ഷ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരിച്ചറിയൽ കാർഡ് വിതരണം നടന്നു. വിവിധ യൂണിയൻ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണമാണ് നടന്നത്. മുനിസിപ്പൽ ഓട്ടോറിക്ഷ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ് SI ബിജുലാൽ ഐഡന്റിറ്റി കാർഡ് വിതരണം നിർവഹിച്ചു. ഒരു പ്രാവശ്യം ഒരാൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് സ്ഥലത്തിറങ്ങുന്ന സമയത്ത് എൻ്റെ ഈ പൈസ ഇല്ല എന്ന് അയാൾ അന്നേരമാണ് പറയുന്നത്. ആ സമയത്ത് സാധാരണ എന്താ സംഭവിക്കുന്നത്? പൈസ ഇല്ലാത്ത ഓട്ടോറിക്ഷക്കാരനോട് സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന നമുക്ക് ഒരു പ്രത്യേക ദേഷ്യവും പരിഭവവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ നൗഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, എനിക്ക് കഴിഞ്ഞ ദിവസത്തെ കേരളത്തിൽ ഫ്ലാഷിലാന്ന് തോന്നുന്ന ഒരു വാർത്ത ഞാൻ കണ്ടെന്ന് തോന്നുന്നത്. ഇയാളെ വീട്ടിൽ കൊണ്ടാക്കി, അവസാനം വീട്ടിൽ വരെ കൊണ്ടാക്കി, അത് അയാളുടേതായുള്ള ഒരു മാനുഷിക പരിഗണന എടുത്തുകാട്ടി അത് ഇന്നലെ പത്രത്തിൽ നല്ലൊരു വാർത്തയായിട്ട് വരുന്ന ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും പറഞ്ഞു വരുന്നത്, നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് സാമൂഹിക മര്യാദകൾക്കും അതുപോലെ ഈ മാനുഷിക മൂല്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായിട്ട് ഞങ്ങൾ നിലകൊള്ളത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ആയിരിക്കണം നമ്മളുടെ ഒരു ജീവിത രീതി എന്നുകൂടിയാണ് ഞാൻ ഈ അവസരത്തിൽ പറയാനുള്ളത്. സത്യനാഥ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് P. അപ്പുകുട്ടൻ, KR ശ്രീനിവാസ, ഷംസുദ്ദീൻ IT, വിജയകുമാർ, KM ശശി തുടങ്ങിയവർ സംസാരിച്ചു. CH കുഞ്ഞമ്പു സ്വാഗതവും പറഞ്ഞു. SSF സ്ഥാപക ദിനം ജില്ലയിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് മധുരപാനീയ വിതരണം നടന്നു. SSFന്റെ സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മധുര വിതരണം നടന്നു. SSFന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് മധുരപാനീയ വിതരണം നടന്നു. 1973 ഏപ്രിൽ 29 കേരളത്തിൽ ധാർമ്മിക വിപ്ലവവും ജിന്ദാബാദ് എന്ന മുദ്രാവാക്യവുമായി വിദ്യാർത്ഥികൾക്കിടയിൽ കടന്നു വന്ന പ്രസ്ഥാനമാണ് SSF. ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ 43ാം വാർഷികം ആഘോഷിക്കുകയാണ് ഇന്നത്തെ ദിവസം. ആ ദിവസത്തിൽ പലവിധ ജനോപകാര പ്രവർത്തനങ്ങൾ നടത്തുന്ന SSF ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത്
ജനങ്ങൾക്ക് വേണ്ടി മധുര പാനീയ വിതരണമാണ് ഇവിടെ നടത്തുന്നത്. SYS സോൺ ഭാരവാഹികളായ സത്താർ പഴയ കടപ്പുറം, SSF ഡിവിഷണൽ നേതാക്കളായ മസൂദ് ഹാജി, നാസർ അമാൻ, ഇസ്മയിൽ കല്ലൂരാവി, സിദ്ദിഖ് സഖാവി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിശാല ഹിന്ദു ഐക്യ സംഗമം കുമ്പളയിൽ നടന്നു. പരിപാടിയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ഹിന്ദു ഐക്യവേദി മഞ്ചേശ്വരം താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ കുമ്പള, മംഗൽപാടി, പുത്തിക പഞ്ചായത്ത് സമിതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുമ്പളയിൽ സംഘടിപ്പിച്ച വിശാല ഹിന്ദു ഐക്യ സംഗമത്തിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. കൊണ്ടേവൂർ നിത്യാനന്ദ യോഗാശ്രമം മഠാധിപതി യോഗാനന്ദ സരസ്വതി ദീപപ്രജ്വലനവും ആശീർവചനവും നടത്തി. പ്രസിദ്ധ വാഗ്മി തേജസ്വിനി രമേശ്, KP ഹരിദാസ്, രവീശതന്ത്രി കുണ്ടാർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ സായിറാം ഗോപാലകൃഷ്ണ ഭട്ട്, കൃഷ്ണ ശിവകൃപ കുഞ്ചത്തൂർ, ഹരീഷ് ഭട്ടാരി, കലാരത്ന ശംനാടിക കുമ്പള എന്നിവരെ ആദരിച്ചു. രഘുരാം കാളിങ്കാട് മുഖ്യാതിഥിയായിരുന്നു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ആരിക്കാടി കേന്ദ്രീകരിച്ച് ഘോഷയാത്രയും നടന്നു. കാഞ്ഞങ്ങാട് ഓർഫനേജ് ITI ഫസ്റ്റ് സമാപിച്ചു. വിവിധ കലാപരിപാടികൾ നടന്നു. ഉന്നത വിദ്യാഭ്യാസം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മുൻ MP ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെ പുത്രി തസ്നീം ഇബ്രാഹിം പറഞ്ഞു. കാഞ്ഞങ്ങാട് ഓർഫനേജ് ITI ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. Dear children, this is a momentous occasion for me. I'm extremely honored to have got the opportunity to be amongst you all. For young people assembled with us today, it is a special day for me and for you. Special day because it was my beloved father Ibrahim Suleiman Said Saheb who had inaugurated the Off-Beach building way back in 1984. And students, today is your day, your annual day, an occasion where you get to showcase your talents. Yes, children, you have to showcase your talents. Everyone's got a talent in you. One hidden talent. Search for it and exhibit and show the people I got talent. നന്മ നിറഞ്ഞ മനസ്സും പരസ്പര സഹോദര്യവും കാത്തുസൂക്ഷിക്കണമെന്ന് അവർ കൂട്ടിച്ചേർത്തു. യതീംഖാന പ്രസിഡന്റ് A. ഹമീദ് ഹാജി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി സുറൂർ മൊയ്തു ഹാജി, AN ഷാജഹാൻ, അലി മുഹമ്മദ്, PM ഹസൻ ഹാജി, M. ഇബ്രാഹിം ഹാജി, M. ഇബ്രാഹിം, അഹമ്മദ് കിർമാണി, MBM അഷ്റഫ്, CM ഖാദർ ഹാജി, സുഹൈൽ എന്നിവർ സംസാരിച്ചു. യതീംഖാന അഡ്മിനിസ്ട്രേറ്റർ ഉസ്മാൻ സ്വാഗതവും ITI പ്രിൻസിപ്പൽ സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. ചെറുവത്തൂർ ഫോർമേഴ്സ് ബാങ്കിനും കൊടക്കാട് സഹകരണ ബാങ്കിനും സഹകരണ വകുപ്പിന്റെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ്. കോട്ടയത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി CN ബാലകൃഷ്ണനിൽ നിന്ന് ബാങ്ക് അധികൃതർ അവാർഡ് ഏറ്റുവാങ്ങി. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾക്ക് സഹകരണ സംഘം ഏർപ്പെടുത്തിയ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് 2008-2009 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ ബാങ്കിലുള്ള അവാർഡാണ് ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് സ്വന്തമാക്കിയത്. ഈ വർഷത്തിൽ ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനവും ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്കിനാണ്. സംസ്ഥാനത്ത് 25% ലാഭവിഹിതം കൊടുത്തുവരുന്ന ഏതാനും സ്ഥാപനങ്ങളിലൊന്നാണ് ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക്. ജില്ലയിൽ കോർ ബാങ്കിംഗ് നടപ്പിലാക്കിയ രണ്ടാമത്തെ സഹകരണ ബാങ്കും RTGS ഉൾപ്പെടെയുള്ള സൗകര്യം ഇടപാടുകാർക്ക് നൽകുന്നതും ജില്ലയിൽ ആദ്യമായി ATM, CCTV ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കിയതും ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്കിലാണ്. അംഗങ്ങൾക്ക് പൂർണ്ണമായും പലിശരഹിത കാർഷിക വായ്പ വിതരണം ചെയ്യുന്ന ബാങ്ക് എന്ന പ്രത്യേകതയും ഫാർമേഴ്സ് ബാങ്കിനുണ്ട്. 8-9 വർഷമാണ് നമ്മുടെ കോർ ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ചത്. അതുപോലെ നമ്മൾ ഈ നാഷണൽ ബാങ്കുകൾ കൊടുക്കുന്ന സേവനം RTGS സംവിധാനം നമുക്ക് ഡയറക്റ്റ് സർവീസ് ബാങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ അത് നമ്മൾ 2008-2009 മുതൽ നമ്മുടെ ഇടപാടുകൾ ചെയ്തുകൊണ്ട് അത് ദേശാഭിമാന ബാങ്കുകളുടെ സഹായത്തോടെ, അതായത് SPTT കേരള ബാങ്കിൻ്റെ സഹായത്തോടുകൂടിയാണ് നമ്മൾ ചെയ്തത്. അതെല്ലാം നമ്മൾ ഈ പെർഫോമൻസിൻ്റെ ഭാഗമായി ചെയ്തുകൊടുത്തിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റ് PC രാമൻ, മാനേജിംഗ് ഡയറക്ടർ PK വിനയ്കുമാർ എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. സഹകരണ വകുപ്പിന്റെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കൊടക്കാട് സർവീസ് സഹകരണ ബാങ്കിനും അർഹതയ്ക്കുള്ള അംഗീകാരമായി.
2008-2009 വർഷത്തിൽ ജില്ലയിൽ 2ാം സ്ഥാനമാണ് കൊടക്കാട് ബാങ്കിന് ലഭിച്ചത്. അവാർഡ് നേട്ടത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ചെറുവത്തൂരിൽ നിന്നും ഘോഷയാത്ര നടന്നു. ഒരു ഗ്രാമത്തിന്റെ ജീവിതവുമായി തീർന്ന കൊടക്കാട് സർവീസ് സഹകരണ ബാങ്ക്. ലാണ് ഇവിടെ കോർ ബാങ്കിംഗ് നടപ്പിലാക്കിയത്. കർഷകർക്ക് പലിശരഹിത വായ്പ, സ്വർണ്ണപ്പണയ കാർഷിക വായ്പ, സ്ത്രീകൾക്ക് വാഹന വായ്പ, ആധുനിക ബാങ്കിംഗ് ഇടപാടുകൾ, പുത്തിലോട്ട് പാടശേഖര സമിതിയുമായി ചേർന്ന് നടപ്പിലാക്കിയ നെൽകൃഷി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എന്നിവ ബാങ്കിന് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനമാക്കി മാറ്റി. കാലിക്കടവിൽ ഉത്സവ പ്രതീതി ജനിപ്പിച്ച നിറവ് വികസനോത്സവം അവസാന നാളുകളിലേക്ക്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് 6 ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച നിറവ് വികസനോത്സവത്തിൽ വൈവിധ്യമാർന്ന കാഴ്ചകളാണ് നിറയുന്നത്. വിജ്ഞാനത്തിനും വിനോദത്തിനും ഉതകുന്നതാണ് വികസനോത്സവ നഗരിയിൽ ഒരുക്കിയിരിക്കുന്ന പ്രദർശനം. KSEB, എക്സൈസ് വകുപ്പ്, CRPF, ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം എന്നിവയുടെ പവലിയനുകൾ നിരവധി പേരെ ആകർഷിക്കുന്നു. അമ്യൂസ്മെന്റ് പാർക്കും ആകർഷകമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള പ്രത്യേക റൈഡുകൾ അമ്യൂസ്മെന്റ് പാർക്കിലുണ്ട്. പുഷ്പ പ്രദർശനവും നിരവധി പേരെ ആകർഷിക്കുന്നു. ശീതീകരിച്ച പ്രദർശന നഗരിയാണ് എന്നതും നിറവിന്റെ പ്രത്യേകതയാണ്. എല്ലാ ദിവസവും രാത്രിയിൽ നടന്നുവരുന്ന സാംസ്കാരിക പരിപാടികളും വികസനോത്സവത്തെ വ്യത്യസ്തമാക്കുന്നു. വികസനോത്സവത്തിന്റെ ഓർമ്മയ്ക്കായി തിരിച്ചു പോകുമ്പോൾ ഒരു ചെടിയും കൊണ്ടുപോകാം. ഉറുമാമ്പഴം, വേപ്പ്, പപ്പായ, ഒരാണ്ടൻ മുരിങ്ങ, കരിവേപ്പ് തുടങ്ങിയ നടീൽ വസ്തുക്കളാണ് സൗജന്യമായി നൽകുന്നത്. ആറന്മുള സദ്യ ഉണ്ണാനും നിരവധി പേരെത്തുന്നു. വികസനോത്സവത്തിൽ ശനിയാഴ്ച ഭക്ഷ്യസുരക്ഷയിൽ ക്ഷീരോത്പാദനത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. KN സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. M ശോഭന അധ്യക്ഷത വഹിച്ചു. ജിജ C കൃഷ്ണൻ വിഷയാവതരണം നടത്തി. N രവീന്ദ്രൻ, സിറാജുദ്ദീൻ, M കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവത്തൂർ. കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും ലക്ഷദ്വീപ സമർപ്പണവും മെയ് 4 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടവലം ശിലാശാസനം കൊണ്ട് ചരിത്രപ്രസിദ്ധവും വാമനാരാധനയിൽ കീർത്തികേട്ടതുമായ കൊടവലം മഹാവിഷ്ണു ക്ഷേത്രം ലക്ഷദ്വീപ സമർപ്പണത്തിന് ഒരുങ്ങി. മെയ് 4 നടക്കുന്ന പ്രതിഷ്ഠാദിന ഉത്സവത്തിനും ലക്ഷദ്വീപ സമർപ്പണത്തിനും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 ഞായറാഴ്ച രാവിലെ 9:30 കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കും. തുടർന്ന് അന്നദാനവും നടക്കും. മെയ് 4 രാവിലെ 11 അക്ഷരശ്ലോക സദസ്സ്, ഉച്ചയ്ക്ക് 12 മഹാപൂജ, ഉച്ചയ്ക്ക് 1 അന്നദാനവും നടക്കും. വൈകിട്ട് 5 മണിക്ക് ലക്ഷദ്വീപ സമർപ്പണത്തിന് നേതൃത്വം വഹിക്കുന്ന ആചാര്യന്മാർക്ക് വരവേൽപ്പ് നൽകും. മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന മഹോത്സവം അനുവദിച്ചുള്ള ലക്ഷദ്വീപാസനയുമാണ്. ഇതിനാണ് ഇതിന്റെ പത്രസമ്മേളനം നിർമ്മിച്ചത്. പുല്ലൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടവലം എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പുരാതനമായ ക്ഷേത്രമാണ്. വാമനാവതാര സങ്കല്പമുള്ള ഒരു വളരെ ഏകദേശം 900 വർഷം മുമ്പേ പഴക്കമുള്ള ഒരു മഹാക്ഷേത്രമാണ്. മഹാവിഷ്ണുവിൻ്റെ വാമനാവതാര സങ്കല്പത്തിലുള്ള ഒരു മഹാക്ഷേത്രമാണ്. ഇതിന് പുറമെ ഇവിടെ ശ്രീധർമ്മശാസ്താവ്, അതുപോലെ രാമണ്ടി, കൃഷ്ണമൂർത്തി എന്നീ ദൈവങ്ങളും വേറെ ഒന്നുകൂടെ വൃദ്ധമായ കുറേ കാവുകളൊക്കെ നിലകൊള്ളുന്ന ഒരു കൊടവലം എന്ന സ്ഥലത്തുള്ള ഒരു ക്ഷേത്രമാണ്. വളരെ മലയാള ലിപിക്ക് മുമ്പേ ഉള്ള ലിപി രേഖപ്പെടുത്തുന്ന ഒരു ശിലാലിഖിതം നമ്മുടെ ക്ഷേത്രത്തിൽ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. വൈകിട്ട് 6:30 ലക്ഷദ്വീപ സമർപ്പണം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ P ശശിധരൻ നായർ, ജനറൽ കൺവീനർ മുങ്ങത്ത് ശ്രീനിവാസൻ, കരിച്ചേരി ചന്ദ്രൻ, M ശ്രീധരൻ നമ്പ്യാർ, അനിൽ പുളിക്കാൽ എന്നിവർ സംബന്ധിച്ചു. കുമ്പള ഇമാം ഷാഫി അക്കാദമി വാർഷികാഘോഷം വ്യാഴാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് ഷാഫി മീപ്പരി പതാക ഉയർത്തും. 10 മണിക്ക് മഖാം സിയാറത്ത്, 4 മണിക്ക് സമസ്ത ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സിദ്ദീഖ് KS അലി തങ്ങൾ കുമ്പുൽ അധ്യക്ഷത വഹിക്കും. ഗാസി VK അബൂബക്കർ മുസ്ലിയാർ പ്രാർത്ഥന നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഏകദേശം 7 കൊല്ലം മുമ്പ് നിലവിൽ വന്നിരിക്കുകയാണ്.
7 കൊല്ലം മുമ്പ് ഇമാം ഷാഫി അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം നിലവിൽ വന്നു. ഈ വരുന്ന സമയത്ത് അതിന് ഒരു സാധനവും സ്ഥായിയായി ഇല്ലാതെ വെറും കൈയോടുകൂടി ആരംഭിച്ചതാണ്. അങ്ങനെ ആരംഭിച്ചത് പ്രവർത്തിച്ച് ഇന്ന് എത്രയോ കോടിയുടെ സ്വത്തായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നായി മാറി. വാർത്താ സമ്മേളനത്തിൽ എം എ ഖാസിം മുസ്ലിയാർ, ഷാഫി ഹാജി മേപ്പിരി, കെ എൻ അബ്ദുൽ ഖാദർ അൽ ഖാസിമി, ഗഫൂർ ഏരിയാൽ, ഉമ്മരാജാവ്, അലി ദാരിമി, അഷ്റഫ് റഹ്മാനി ചൌക്കി, അബുബക്കർ സാലുദ്ദീൻ നിസാമി, സുബൈർ നിസാമി, നവാസ് ദാരിമി തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർഗോഡ് ഉള്ളുവാർ വലിയുള്ളാഹി ഇസ്മായിൽ അൽബുഖാരിയുടെ പേരിലുള്ള ഉളുവാർ മഖാം ഉറൂസിന് വ്യാഴാഴ്ച തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് സയ്യിദ് നൂരിഷ തങ്ങൾ ഉദ്യാവര പതാക ഉയർത്തും. രാത്രി 7 മണിക്ക് കാസർഗോഡ് സംയുക്ത ജമാഅത്ത് ഖാസി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഷൗക്കത്ത് അലി വെള്ളമുണ്ട, ജാഫർ സാദിഖ് തങ്ങൾ കുമ്പൂൽ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അബ്ദുറഹ്മാൻ ആജി, ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി വലിയമ്പ്ര പ്രഭാഷണം നടത്തും. 9 പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കുമ്പള ഉളുവാർ ജുമാ മസ്ജിദ് പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഇസ്മായിൽ വലിയുള്ളാഹി തങ്ങളുടെ പേരിൽ 3 വർഷത്തിൽ ഒരിക്കൽ കഴിച്ചു വരാറുള്ള ഉറൂസ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. മെയ് 9-ാം തീയതി രാത്രി പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ ഉറൂസിന് സമാപ്തി കുറിക്കും. പിറ്റേ ദിവസം രാവിലെ മൗലീദ് പാരായണവും അന്നദാനവും ഒക്കെ നടക്കുന്ന ആചാരം. വാർത്താ സമ്മേളനത്തിൽ യൂസഫ് ഉളുവാർ, എ ബി അബ്ദുൽ ലത്തീഫ്, യു എ സിദ്ദീഖ്, യു എ സീനാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കോട്ടിക്കുളം മഖാം ഉറൂസിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള ഉറൂസിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 3 വർഷത്തിലൊരിക്കൽ കഴിച്ചു വരാറുള്ള ഉറൂസിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 4:30 സ്വലാത്ത് മജ്ലിസിന് സയ്യിദ് ഹക്കീം തങ്ങൾ ബാ അലവി വെട്ടിച്ചിറ നേതൃത്വം നൽകും. 7 മണിക്ക് കോട്ടിക്കുളം ഖാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അൻവർ മുഹീദ്ദീൻ ഉദവി ആലുബ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 1-2 മണിക്ക് കുടുംബസംഗമത്തിൽ സിൻസാറുൽ ഉദവി അബുദാബി ഖത്തീബ് അബ്ദുൽ അസീസ് അഷ്റഫി പ്രസംഗിക്കും. 2 ഹാഫിദ് സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം, അബ്ദുറഹ്മാൻ ഇമ്പിച്ചുകോയ തങ്ങൾ ബായാർ, അഷ്റഫി പന്താവൂർ തുടങ്ങി പ്രമുഖരായ പ്രഭാഷകന്മാർ പ്രഭാഷണം നടത്തും. ഏപ്രിൽ 30 മുതൽ മെയ് 7 വരെ കേരളത്തിനകത്തും പുറത്തുമുള്ള പണ്ഡിതന്മാരും സാദാത്യങ്ങളും പങ്കെടുക്കുന്ന വലിയൊരു പ്രഭാഷണ പരമ്പരയാണ് നടക്കാൻ പോകുന്നത്. വൈകുന്നേരം 7 മണിക്കാണ് കോട്ടിക്കുളം ഖാദി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു. രാത്രി 9 മണിക്ക് അൻവർ മുഹീദ്ദീൻ ഉദവി എന്ന കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകൻ്റെ പ്രഭാഷണ പരമ്പരയാണ്. പിന്നീട് ദിവസങ്ങളിൽ നല്ലവരായ പ്രഭാഷകന്മാർ, കേരളത്തിൽ അറിയപ്പെടുന്ന നല്ല നല്ല പ്രഭാഷകന്മാരുടെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സി ഹമീദ് ഹാജി, ജനറൽ കൺവീനർ റഫീഖ് അങ്കക്കളരി, യു കെ മുഹമ്മദ് കുഞ്ഞി, കാസിം പൈക്കത്തുവളപ്പ്, സിറാജുദ്ദീൻ പള്ളിക്കുന്നിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. തറവാട് പറമ്പിലേക്ക് മതസൗഹാർദ്ദത്തിന്റെ തിരുമുൽ കാഴ്ചയേന്തി ജുമാ മസ്ജിദ് കമ്മിറ്റി. മടിക്കൈ മുണ്ടോട്ട് ശ്രീ പുളിയക്കാടൻ തറവാട്ടിലേക്കാണ് ജുമാ മസ്ജിദ് ഭാരവാഹികൾ എത്തിയത്. കാഴ്ചയുടെ സുഹൃതമായിരുന്നു അത്. ബ്രഹ്മകലശ ഉത്സവം തുടങ്ങിയ ദിവസം തന്നെ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ തിരുമുൽ കാഴ്ച. മുണ്ടോട്ട് കയ്യുള്ള കൊച്ചി ജുമാ മസ്ജിദ് ഭാരവാഹികളാണ് സ്നേഹ സൗഹൃദങ്ങളുടെ തിരുമുൽ കാഴ്ച ഒരുക്കിയത്. ജമാഅത്ത് ഭാരവാഹികളുടെ നേതൃത്വത്തിലെത്തിയ തിരുമുൽ കാഴ്ചയെ തറവാട് ഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ചു. തറവാടംഗങ്ങളും നാട്ടുകാരും സ്വീകരണ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലെ ഉത്സവ ചടങ്ങുകളിലേക്ക് ജമാഅത്ത് ഭാരവാഹികളെ ക്ഷണിക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PF പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ധർണാ സമരവും നടന്നു. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ചടങ്ങിന് നേതൃത്വമേകി. SSF സ്ഥാപക ദിനാചരണം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് ഓർഫനേജ് ITI ഫെസ്റ്റിന് സമാപനം. വിവിധ കലാപരിപാടികൾ നടന്നു.
പനവലം മഹാവിഷ്ണു ക്ഷേത്രം ലക്ഷദ്വീപ സമർപ്പണത്തിന് ഒരുങ്ങി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.